ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണ്. 10ാം ക്ലാസ്സിൻ്റെയും അത് 12ാം ക്ലാസ്സിൻ്റെയും ഒക്കെ പരീക്ഷ നടക്കുന്ന സമയമാണ്. ഈ പരീക്ഷയിൽ പോകുന്ന ഓരോ കുഞ്ഞുങ്ങളും കേട്ടിരിക്കേണ്ട ഒരു വചനം ആണ് ഞാൻ ഇന്ന് നമ്മുടെ ഈ ചെറിയ ധ്യാനത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് എന്നെ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് കഴിയുമ്പോൾ എനിക്ക് ഇത് സാധിക്കുമോ, എനിക്കിത് ഓർമ്മയിൽ നിൽക്കുമോ, എനിക്ക് ഇത് പഠിച്ചതെല്ലാം ഞാൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുമോ എന്നൊക്കെ പറ്റി പരീക്ഷയുടെ സമയങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന ആശങ്കയിലൂടെ കടന്നു പോകുന്നതായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത് ഞാൻ എഴുതി കഴിയുമ്പോൾ ഇത് ചോദ്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ കൊടുക്കുവാനായിട്ട് സാധിക്കുമോ, ഇനി എഴുതി കഴിഞ്ഞതിനെല്ലാത്തിനും എനിക്ക് നല്ലപോലെ മാർക്കുകൾ കിട്ടുമോ, അപ്പോൾ എന്നൊക്കെയുള്ളതായ ഭയങ്കരമായ ഒരു ആകുലതയിലൂടെയും അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മുടെ ഒരു കഴിവുകേടുണ്ട് നമുക്ക് എന്ന് തോന്നത്തക്ക രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഈ വചനം പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തുക. ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവനായിത്തീരുന്നു. എന്നെ ശക്തനാക്കുന്ന ദൈവം, അവൻ എനിക്ക് വേണ്ടത് ശക്തി, എനിക്ക് വേണ്ട കൃപ അവൻ തരുന്നുണ്ട്. ആ കൃപ മൂലം, അല്ലെങ്കിൽ അവൻ തരുന്ന ശക്തി മൂലം ഞാൻ സകലത്തിനും മതിയാവനായിത്തീരുന്നു. എനിക്ക് ഏത് പരീക്ഷ വന്നാലും, എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും എന്നെ മുകളിലിരിക്കുന്ന ഒരുത്തൻ, അവൻ എന്നെ ശക്തിപ്പെടുത്തുവാൻ മതിയാവനാണ്. അതുകൊണ്ട് പിന്നെ എനിക്കെന്തിനാണ് ഈ പേടി, എനിക്കെന്തിനാണ് വിചാരം? ഞാൻ പരീക്ഷയിൽ തോറ്റുപോകുന്നുള്ള വിചാരം എനിക്കില്ല. പരീക്ഷയ്ക്ക് ഞാൻ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ മറന്നു പോകുന്നുള്ളൊരു വിചാരം എനിക്കില്ല. പരീക്ഷയിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടുമോ എന്ന് എനിക്കൊരു ആശങ്കയില്ല. അപ്പം ഈ വചനം നിങ്ങൾ ഈ പരീക്ഷയുടെ ദിവസങ്ങളിൽ ഓർത്തിരുന്ന് ധ്യാനിക്കണം. എന്നെ ശക്തനാക്കുന്നവൻ മൂലം ഞാൻ സകലത്തിനും മതിയാവനായിത്തീരുന്നു. ദൈവം നമ്മെ ഇവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.